ഡേയ്സിലെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് ശാന്തമ്പാറ തൊട്ടിക്കാനത്താണ്. നമ്മുടെ ജയകുമാർ ചേട്ടനാണ്. ജയകുമാർ ചേട്ടൻ നമുക്ക് കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് നമ്മുടെ ഈ ഉൽപ്പന്നങ്ങളാണ് ജൈവ കൃഷിയിലേക്ക് മാറിയ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏലത്തോട്ടമാണ്. പല സ്ഥലങ്ങളിലായിട്ട് അദ്ദേഹത്തിൻ്റെ തോട്ടമുണ്ട്. കായൊക്കെ നല്ല ബോൾട്ട് കായാണ്. ഇത് നമുക്ക് ഇനമേതാണ് സാറ്? ഞെള്ളാനിയാണ്. ഇതെല്ലാം ഇവിടെ തിരുതാളിയുണ്ട്. അപ്പം ചിമ്പൊക്കെ അത്യാവശ്യം ആരോഗ്യം എല്ലാം ഉണ്ട്. ഈ വേനയ്ക്ക് നല്ല കായ പിടുത്തമാണ്, നല്ല കായ സെറ്റിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നല്ല കായ്ക്കൊക്കെ നല്ല ബോൾട്ടാണ്, ഇവിടുത്തെ കായകളാണ്. തിങ്ങി നിറഞ്ഞൊക്കെ കായ ഉണ്ട്, കൊത്തെണ്ണമൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. അതിൻ്റെയൊക്കെ മിക്ക സ്ഥലത്തിൻ്റെയൊക്കെ ഇതിൻ്റെ അറ്റം ഇങ്ങനെ കരിയുന്നുണ്ട്. മാത്രമല്ല ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഈ സെറ്റിങ് ഇല്ല, കായെണ്ണം കുറവുണ്ട്. അപ്പോൾ ഇതിന് കാരണം ഇവിടെ ഇങ്ങനെ ഇത് കാണാൻ നമുക്ക് ഈ വള്ളിയിലിങ്ങനെ ഫിസേറിയം ബാധിച്ച പോലെ ഈ പാടുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ബാക്ടീരിയൽ വാട്ടം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ വ്യതിയാനം മൂലമുണ്ടാകുന്ന ബാക്ടീരിയ വാട്ടമാണ്. അപ്പോൾ അതിന് നമുക്ക് ഫംഗിസൈഡ് കൊടുത്തിട്ട് കാര്യമില്ല. ആൻറ്റി ബാക്ടീരിയൽ ആയിട്ടുള്ള കണ്ടൻറ്റുള്ള നമുക്ക് ദൈവത്തിൽ തന്നെ നമുക്കുണ്ട്. അത് നമുക്കിവിടെ അപ്ലൈ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്കൊരൽപ്പം കാൽസ്യമൊക്കെ കിട്ടാനൊക്കെ ആയിട്ട് ചെടികൾക്ക് നന്നായിട്ട് ഇനി ഫ്ലവറിങ്ങിലേക്കും ഒരു പൈനാപ്പിൾ ടോണിക്കും അല്പം കാൽസ്യമൊക്കെ കിട്ടാനൊക്കെ ആയിട്ടും അതുപോലൊപ്പം തന്നെ ഫ്ലവറിങ് അല്പം കുറവായിട്ടാണ് കാണിക്കുന്നത്. നന്നായിട്ട് ഉണ്ടെങ്കിലും അടുത്ത ജനറലായിട്ട് എടുത്തിട്ട് മിക്ക സ്ഥലത്തിലും തന്നെ ഈ പ്രശ്നം ഇതുണ്ട്. ഈ ബാക്ടീരിയൽ വിൽറ്റ് അല്ലെങ്കിൽ ഈ ബാക്ടീരിയൽ വാട്ടം എന്ന് പറഞ്ഞ ഇതുണ്ട്. അത് കാലാവസ്ഥ ഈ തുടർച്ചയായിട്ടുള്ള മഴയാണ്, പ്രത്യേകിച്ച് ഈ അമ്ല മഴയാണത് ഈ ഇങ്ങനെ ഉണ്ടാകാനായിട്ടുള്ളൊരു കാരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കുള്ള ഇത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഇതിനോടൊപ്പം തന്നെ ഗ്രോമാജിക് അഡ്വാൻസ് നമുക്ക് ഫ്ലവറിങ് കൂട്ടാനായിട്ട് ഗ്രോമാജിക് അഡ്വാൻസും അതോടൊപ്പം നമുക്ക് ഒരു പൈനാപ്പിൾ ടോണിക്കും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഇതുപോലെ നമുക്ക് വള്ളിയൊക്കെ അടിച്ച് വരുന്നതുകൊണ്ട് തന്നെ 13.45 നമുക്ക് ഈ സമയത്ത് നമുക്ക് ചൂട്ടിലേക്ക് നമുക്ക് വേണേൽ കൊടുക്കാവുന്നതാണ്. ന്യൂട്രിബോൺ 20 ഗ്രോമാജിക് അഡ്വാൻസുമാണ് ഒരു പൈനാപ്പിൾ ടോണിക്കുമാണ് നമ്മൾ സ്പ്രേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് പോകാനായിട്ട് ഉള്ള അതും ഈ ബാക്ടീരിയ വിട്ട് പോകാനുള്ളതും ഇതിലൂടെ ഒന്നിച്ച് നമുക്ക് ചേർത്ത് ഒറ്റ സ്പ്രേയുടെ നമുക്ക് ചെയ്യാം. അപ്പോൾ കറുത്തയിലേക്കും ചട്ടയിലേക്കും മാത്രമായിട്ട് ഇത് കൊടുത്തേക്കാൻ മതി. അപ്പോൾ അങ്ങനെ നല്ല ഇതിലേക്ക് വീണ്ടും പഴയ ഉഷാറോടെ ഈ നിലവിലുണ്ടായ കായ പോലെ തന്നെ അടുത്ത കായ നമുക്ക് ഇതുണ്ടാക്കിയെടുക്കണം. പുതിയ വള്ളി നമുക്ക് ഉണ്ടായി വരണം. അതുപോലെ തന്നെ ഈ കേടുപാടുകളെല്ലാം തന്നെ മാറ്റി നല്ല കായൊക്കെ നല്ല നെല്ലിക്ക പോലത്തെ കാകളാണ് പലയിടത്ത് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഒരു ചില്ലട്ട് കാൽസ്യവും അതുപോലെ തന്നെ സിങ്ക് ബോറോണും ഈ അവസരത്തിൽ നമുക്ക് ഇലകളിലൊന്ന് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. പുള്ളി തട്ടക്കെല്ലാം ഇങ്ങനെ എന്തുകൊണ്ടാണ് ഈ മഞ്ഞ നിറം എന്നുള്ള ഒരു ചോദ്യം വന്നു. മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു തോർച്ച കിട്ടുന്ന സമയമാണ്. ഇവരെല്ലാം കവർ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നമാണ് ഇതിന് കാരണം. ഇങ്ങനെ പൊളിഞ്ഞ് നിൽക്കുന്ന ഇതാണ്. ഇത് ഫിസേറിയമാണ്. ഫിസേറിയം ഓക്സിഫോറ എന്ന് പറഞ്ഞ ഒരു കുമിള് രോഗമാണ്. അപ്പോൾ ഇത് കവാത്ത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതായത് ഈ ഓറഞ്ച് നിറത്തിലുള്ള ഈ കാണുന്ന ഇതെല്ലാം തന്നെ ഈ ഫിസേറിയത്തിൻ്റെ സ്പോർ ഇരിക്കുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ക്ലീൻ കവാത്ത് ചെയ്തിട്ട് ഒരു ഫംഗിസൈഡ് ഓർഗാനിക്കായിട്ടോ അല്ലെങ്കിൽ കെമിക്കലുള്ള ഒരു ഫംഗിസൈഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മൂല കാരണം മണ്ണിലാണ്. മണ്ണിൽ നമുക്ക് സോയിലൊന്ന് സ്റ്റെറിലൈസ് ചെയ്തിട്ട് മണ്ണിലേക്ക് വേണ്ട സൂക്ഷ്മ മൂലകങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിന് ഈ ഫിസേറിയത്തിന് ഉള്ള മിത്ര ബാക്ടീരിയകൾ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ലത് കൊടുക്കാനായിട്ട് ഏറ്റവും നല്ലത് 1 സുഡോമോണസ്, 2 ബാസിലസ് സബ്റ്റിലിസ്, ഇത് രണ്ടും കൂടെ നമുക്ക് ഒന്ന് സ്പ്രേയും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല കൺട്രോളായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് ഇരിക്കും. മാത്രമല്ല ഈ ഇപ്പോൾ ഉള്ള കാണുന്ന ഇതെല്ലാം പച്ച നിറമായിട്ട് വീണ്ടും വരികയും ചെയ്യും. ഇനി ഒരു കെമിക്കൽ രീതിയിലാണെങ്കിൽ നമുക്ക് മഗ്നീഷ്യം നൈട്രേറ്റ് കൊടുത്തു കഴിഞ്ഞാലും ഈ പച്ചപ്പ് നിറം കിട്ടും. അതല്ല എങ്കിൽ സിങ്ക് നമുക്ക് അധികമായിട്ട് ഒരു ചിലേറ്റഡ് സിങ്ക് കൊടുത്താലും ഈ പച്ചപ്പ് നിറം കിട്ടുന്നതാണ്. പക്ഷേ ഈ രോഗം മാറ്റിയിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്കിവിടെ കണ്ടിരിക്കുന്നത്. എന്തായാലും നല്ല 1ാം വർഷ ചെടിയാണിത്. ഫിസേറിയം കൂടുതലായിട്ടുള്ള ഒരു ഏരിയയാണ് ഇത്. അതിൻ്റെയാണിത് കണ്ടിരിക്കുന്നത്. ഓക്കെ.